ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി. ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55 സങ്കീർത്തനം 15 വാക്യം. മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട്. മനുഷ്യരുടെ കണ്ണിൽ നിന്നും പല കാര്യങ്ങളും മറയ്ക്കുവാൻ കഴിയും. നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികളിലൂടെയും നമുക്ക് മറ്റുള്ളവരെ വഞ്ചിക്കുവാനും കഴിയും. എന്നാൽ ദൈവത്തിന് മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതാനുഭവങ്ങൾ വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആളുകൾ നമ്മെ വേദനിപ്പിക്കാം. മറ്റുള്ളവരിൽ നിന്ന് വഞ്ചനയും അന്യായ പ്രവൃത്തികളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം. അവിടെ നാം പ്രതികാര മനോഭാവത്തോടെ പ്രതികരിക്കാതെ നീതി എൻ്റേതാണ്, ഞാൻ പകരം ചെയ്യും എന്ന ദൈവത്തിൻ്റെ സത്യത്തിൽ ആശ്രയിക്കാം. ദുഷ്ടത വിജയിക്കുന്നത് പോലെ ചിലപ്പോൾ തോന്നാം. തെറ്റായ വഴിയിൽ നടക്കുന്നവർ മുന്നേറുന്നതും സത്യസന്ധർ കഷ്ടപ്പെടുന്നതും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അത് അന്തിമമായ അവസ്ഥയല്ല. ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. ഓരോ വാക്കിനും പ്രവൃത്തിക്കും അവൻ്റെ മുൻപിൽ നാം കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് അനീതി കാണുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുക. ഇന്നത്തെ വചനം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുവാനുള്ള അനുഭവമായി നമുക്ക് ഉപയോഗിക്കാം. സ്വയം നമുക്ക് നമ്മോട് ചോദിക്കാം, എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് കോപമുണ്ടോ? മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പറ്റാത്ത മനോഭാവമുണ്ടോ? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാറുണ്ടോ? മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന മനോഭാവമാണോ എനിക്കുള്ളത്? പ്രിയരെ, ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ഹൃദയം പരിശോധിക്കണമേ. തെറ്റായ മാർഗത്തിൽ നിന്ന് എന്നെ തിരുത്തണമേ. ഈ ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ നമുക്കിടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അനീതിയുടെ മധ്യത്തിൽ പ്രതികാരത്തിൽ മുതിരാതെ നിന്റെ നീതിയിൽ ആശ്രയിക്കുവാൻ ദിനംതോറും എനിക്ക് കഴിയണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.